ഇന്ന് ഞാനൊരു ബിരിയാണി വെക്കാൻ പോവാം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവർക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബിരിയാണി റൈസും കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ട് ഒരു ബിരിയാണി, അത്രയേ ഉള്ളൂ. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് പീസൊക്കെ ഇട്ടിട്ട് പച്ചരിയും കൊണ്ടൊരു ബിരിയാണി എങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ. കുക്കറിലാണ് കേട്ടോ വെക്കണത്. ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കണ ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഉള്ളി ചെറുതായി നീളത്തിലരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ പട്ട, ഗ്രാമ്പൂ, സോമ്പ് ഇതെല്ലാം കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കുറച്ച് അതിലിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ച മണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ബിരിയാണി മസാല പറഞ്ഞിട്ട് ഒരു മസാല കിട്ടും, അത് വാങ്ങിയിട്ട് അതും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇത് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് സ്കൂളും ഇല്ലാത്ത ദിവസം നമ്മളെ വെറുതെ അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താ പറഞ്ഞിട്ട് വെറുതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബിരിയാണിയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അപ്പോൾ കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പച്ചരി ഇട്ടിട്ട് ഒരു ബിരിയാണി വെച്ച് കൊടുക്കുക. എന്തായാലും നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ബിരിയാണി മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ല വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അരി വെള്ളത്തിൽ കുറേ നേരമൊന്നും ഊറാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് മുന്നേ ഇട്ടിട്ട് അത് വെള്ളം വാർത്ത് വെച്ചാൽ മതി കേട്ടോ. കഴുകി നന്നായി വൃത്തിയായി കഴുകി വെള്ളം വാരാൻ വയ്ക്കുക. 3 ഗ്ലാസ് അരിക്ക് ഞാൻ ഇവിടെ 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പച്ചരി ആയത് കാരണം വേഗം വേകും. എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കാറ്. പക്ഷെ പച്ചരി ആയത് കാരണം വേഗം വേകും. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ബിരിയാണി അരി കഴുകി വെള്ളം പോകാൻ വാരാൻ വെച്ച ബിരിയാണി അരി അതിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. ഉപ്പ് ഈ വെള്ളം തിളച്ചതിന് ശേഷം അതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കുക. ആ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു പൊടി ഉപ്പ് അധികം വേണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഇടുന്നുണ്ടല്ലോ അതിൽ, അപ്പോൾ ആ ചിക്കനിലേക്കുള്ള ഉപ്പും കൂടി അതിൽ പിടിക്കണം. അത് ഞാൻ കുറച്ച് പീസ്, ഒരു 4-5 പീസ് ചിക്കൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആ ചിക്കൻ പീസും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ചിക്കൻ വേകില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഈ വെള്ളത്തിൻ്റെ ഒപ്പം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ വേവ് മതിയല്ലോ, ചിക്കന് വേഗം വെന്തോളും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി അതിലേക്ക് ഇടുക. അരി ഇട്ടതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഉപ്പുണ്ടോ നോക്കിയിട്ട് കുക്കർ അടച്ച് വയ്ക്കുക. ഒറ്റ വിസിൽ മതി, ഒരേ ഒരു വിസിൽ മതി. അതിൻ്റെ ബാക്കി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാൽ ആ ആവിയിൽ കിടന്നിട്ട് തന്നെ ഇത് വേകും. പച്ചരി ആയത് കാരണം വേഗം വേകും. അപ്പം എന്നിട്ട് ഒരു വിസിൽ കഴിഞ്ഞ് കുക്കർ ഓഫാക്കുക. എന്നിട്ട് വിസിൽ പോയതിന് ശേഷം നമുക്ക് തുറന്ന് എല്ലാവർക്കും കഴിക്കാം. എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചരി കിട്ടുമ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ പച്ചരി കിട്ടാറുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷമായി, നമുക്ക് ബിരിയാണിയായി. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടും കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. Cali,